അങ്ങനെ 5 നാൾ നീളുന്ന കലോത്സവത്തിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ഇങ്ങനെ ഒരുക്കി വെച്ച് തിരുവനന്തപുരം കാത്തിരിക്കുകയാണ്. ആദ്യ ഘട്ടത്തിൽ മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെ അതിഥികൾ എത്തിക്കഴിഞ്ഞു. എന്തായിരുന്നാലും ഇനിയുള്ള രാവുകളും പകലുകളും ഒക്കെ കലോത്സവത്തിനായി മാറ്റിവെക്കാൻ തിരുവനന്തപുരം സജ്ജമായി കഴിഞ്ഞു. തലസ്ഥാനം, അതുകൊണ്ട് തന്നെയാണ് തലസ്ഥാനത്ത് എന്ന നിലയിലേക്ക് നാം പോകുന്നത്. ഇപ്പോൾ കലോത്സവത്തിനായുള്ള ആദ്യ ടീം തലസ്ഥാനത്തെത്തിയതും മറ്റ് വിശേഷങ്ങളുമൊക്കെയായി സുലേഖ ചേരുന്നുണ്ട്. സുലേഖ, രജിസ്ട്രേഷൻ അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? ആദ്യ ടീം എവിടെ നിന്നാണ് എത്തിയത്? അവർക്ക് എങ്ങനെയായിരുന്നു സ്വീകരണം അടക്കമുള്ള വിവരങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ. തീർച്ചയായും ജിംഷാദ്, കലോത്സവം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് എത്തുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അരങ്ങുണരാൻ ബാക്കിയുള്ളത് എന്നുള്ളത് തന്നെയാണ്. ആദ്യ ടീം ഇന്ന് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. കണ്ണൂർ ജനശതാബ്ദിയിലാണ് ഈ ടീം എത്തിയിട്ടുള്ളത്. മലബാർ ഭാഗത്തെ കലാപ്രതിഭകളാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. ഇതിൽ കണ്ണൂർ ജില്ലയിലുള്ളവരുണ്ട്, കോഴിക്കോട് ജില്ലയിലുള്ളവരുണ്ട്, മലപ്പുറം ജില്ലയിലുള്ളവരുണ്ട്. അങ്ങനെ മലബാർ ഭാഗത്തെ ടീം അല്ലെങ്കിൽ കലാപ്രതിഭകളൊക്കെ തന്നെയും തലസ്ഥാനത്ത് എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കണ്ണൂരിലെ ഒരു 100ഓളം വരുന്ന കലാപ്രതിഭകളാണ് ഇത്തരത്തിൽ ഇന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് സ്വീകരണ കമ്മിറ്റി വലിയ രീതിയിലുള്ള സ്വീകരണം തന്നെ നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. മാലയിട്ടുകൊണ്ട്, മധുരം നൽകിക്കൊണ്ട്, അത്തരത്തിൽ വലിയ ചെണ്ടമേളങ്ങളോടുകൂടി തന്നെയുള്ളൊരു സ്വീകരണമായിരുന്നു ഈ ആദ്യ ടീമിന് സ്വീകരണ കമ്മിറ്റി ഒരുക്കിയത് എന്നുള്ളത് തന്നെ പറയാൻ കഴിയും. നമ്മളിപ്പോൾ ഉള്ളത് രജിസ്ട്രേഷനൊക്കെ തന്നെയും നടക്കുന്ന SMV സ്കൂളിലാണ്. ഇവിടെ ഓരോ ജില്ലയ്ക്കും പ്രത്യേകം രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അങ്ങനെ ഓരോ ജില്ലക്കും, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ ഓരോ ജില്ലക്കും പ്രത്യേകം രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട്. ഇവിടെ ഈ ജില്ലാ കോർഡിനേറ്റർമാർ എത്തിയാണ് ഇത്തരത്തിൽ കുട്ടികളുടെ രജിസ്ട്രേഷൻ നടത്തുന്നത്. കുട്ടികൾക്ക് ഇവിടെ എത്തി ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ജില്ലാ കോർഡിനേറ്റർമാർ ഇവിടെ എത്തി രജിസ്റ്റർ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഇവർക്ക് കൃത്യമായ രജിസ്ട്രേഷൻ കാർഡും മറ്റ് അനുബന്ധ സാധനങ്ങളും നൽകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കലോത്സവത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അരങ്ങുണരാൻ ബാക്കിയുള്ളത്. നമ്മൾ ഇന്ന് ഈ റെയിൽവേ സ്റ്റേഷനിലെത്തിയ ടീമിനോടൊക്കെ തന്നെയും കപ്പടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് കൊണ്ടേ പോകൂ എന്നുള്ള മറുപടിയാണ് കണ്ണൂരും കോഴിക്കോടും ഒരുപോലെ നൽകിയതെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂരാണ് കലാകിരീടം കൊണ്ടുപോയത്. അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തി, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യമാണ് കണ്ണൂരിലെ കലാപ്രതിഭകളൊക്കെ തന്നെയും നമുക്ക് പ്രതികരണമായി തന്നിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ ഓരോ ജില്ലയും, അത് ഓരോ ആളുകളും, ഓരോ ജില്ലയും എന്ന് പറയാൻ കഴിയില്ല, ഓരോ വ്യക്തികളും, ഓരോ കലാപ്രതിഭകളും തൻ്റെ കഴിവിനുറ്റ് അല്ലെങ്കിൽ തൻ്റെ മാക്സിമം കഴിവ് പുറത്തെടുക്കുമെന്നുള്ളത് തന്നെയാണ് ഈ കലോത്സവത്തിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും ഓരോ മണിക്കൂറുകളിലും ഇങ്ങനെ കലോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ് തലസ്ഥാനം. ഇനി അത് കലസ്ഥാനമാകാൻ മണിക്കൂറുകൾ മാത്രമാണുള്ളത്. അത്തരത്തിൽ ഓരോ ഘട്ടത്തിലും എല്ലാ രീതിയിലുമുള്ള സജ്ജീകരണങ്ങളും തിരുവനന്തപുരത്ത് പുരോഗമിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ കഴിയും. SMV സ്കൂളിലാണ് രജിസ്ട്രേഷൻ കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി 14 ജില്ലകൾക്കും 14 രജിസ്ട്രേഷൻ കൗണ്ടറുകളുണ്ട്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷന് ക്യൂ നിൽക്കേണ്ടതോ അല്ലെങ്കിൽ നിന്ന് മുഷിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ വളണ്ടിയർമാരുടെ കാര്യം, ഇത്തരത്തിൽ ഓരോ കലോത്സവത്തിനും വലിയ രീതിയിലുള്ള ഒരു വളണ്ടിയർമാർ ആവശ്യമുണ്ട്. അത് SPCകളുണ്ട്, NCC കേഡറ്റുകളുണ്ട്, സ്കൗട്ട് ആൻഡ് കേഡറ്റുകളുണ്ട്, ഒപ്പം റെഡ് ക്രോസ് വളണ്ടിയർമാരൊക്കെ തന്നെയും ഇതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓരോ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത ആളുകൾ ഈ വളണ്ടിയർമാർക്ക് ക്യാപ്റ്റനായി മാറുന്നുണ്ട്. ആ ക്യാപ്റ്റന്മാരാണ് ഇത്തരത്തിൽ 6000-ഓളം വരുന്ന കേഡറ്റുകൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നൊരു സാഹചര്യം ഉണ്ടാവുക. അപ്പം പോലീസും ഇതിനൊക്കെ തന്നെയും ഈ വളണ്ടിയർമാരൊക്കെ തന്നെയും നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോലീസും മാറുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങളോട് കൂടി തന്നെയാണ് തിരുവനന്തപുരം കലോത്സവത്തിനെ വരവേൽക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മത്സരമായി അല്ലെങ്കിൽ കലാപ്രകടനമായി നമുക്ക് പറയാൻ കഴിയുന്ന ഈ കുട്ടികളുടെ യുവജനോത്സവം, അത് എല്ലാ തരത്തിലും സ്വീകരിക്കാൻ തലസ്ഥാനം ഒരുങ്ങി കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജിംഷാദ്. തീർച്ചയായും. സുലേഖ, കലോത്സവങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടോ പഠിക്കുന്ന കാലത്ത്?
തീർച്ചയായും നമ്മൾ പഠനകാലത്തൊക്കെ കലോത്സവം ഇല്ലാതെ എന്ത് പഠനകാലമാണ് ജിംഷാദ്. അങ്ങനെ നിരവധി തവണ സംഘനൃത്തമായാലും തിരുവാതിര ആയാലും മറ്റ് പാട്ടുകളൊക്കെ ആയാലും നമ്മൾ സ്കൂൾ തലത്തിലും മറ്റെല്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന കലോത്സവത്തിൽ ഇതിനെ പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല ജിംഷാദ്. അതിൽ ആഴത്തിൽ കഴിവ് വേണം സുലേഖ. അതായത് എന്തായാലും ഈ സ്കൂളിൻ്റെ ഭാഗമായി പഠിച്ചാൽ പോരാ. ഞാൻ ഒരു കാര്യം, ഏറ്റവും കൂടുതൽ സുലേഖയ്ക്ക് കാണാൻ ഇഷ്ടപ്പെട്ട വേദി ഏതാണ്? ജിംഷാദ് ഒന്നുകൂടി ചോദിക്കാമോ? ഈ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വേദി ഏതാണ്? ഏത് നൃത്തമാണോ, വാദ്യോപകരണങ്ങളാണോ, അല്ലെങ്കിൽ സംഗീതമാണോ? എന്താണ് സുലേഖയ്ക്ക് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യാനും കാണാനും ഒക്കെ ഇഷ്ടം? എപ്പോഴും കലോത്സവത്തിൻ്റെ സ്റ്റാർ ഐറ്റം എന്ന് പറയുന്നത് സംഘനൃത്തം അത് ഒന്നാണ്. അതിനപ്പുറത്ത് ഒപ്പനയുണ്ട്, അതിനപ്പുറത്ത് നമ്മുടെ ജീവിതം പറയുന്ന നാടകമൊക്കെ തന്നെയുമുണ്ട്. ഇതൊക്കെ തന്നെയും ഒരു ഐറ്റത്തിന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. എല്ലാ ഐറ്റങ്ങളും ജീവിതത്തെ തൊടുന്ന അല്ലെങ്കിൽ നമ്മളെ മനസ്സിനെ തൊടുന്ന ഐറ്റങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ ഞാൻ ഉറപ്പായും കാണണമെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഗോത്രകലകളുടെ കാര്യമാണ്. 5ഓളം ഗോത്രകലകളാണ് ഇത്തവണത്തെ കലോത്സവത്തിലുള്ളത്. മംഗലംകളി, പണയനൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം തുടങ്ങി 5 ഗോത്ര നൃത്ത രൂപങ്ങളാണ് ഇത്തവണത്തെ കലോത്സവത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് കാണണമെന്നും റിപ്പോർട്ട് ചെയ്യണമെന്നും അതിയായ ആഗ്രഹമുണ്ട്. അതങ്ങനെ തന്നെ കഴിയട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. തീർച്ചയായും അതൊരു ഇടത് സ്വഭാവം, ഒരു ഹൃദയപക്ഷ സ്വഭാവമാണ്. കാരണം ഈ 5 ഗോത്രകലകളെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു വിശാല ഹൃദയം അല്ലേ? കലയിൽ അത്തരത്തിൽ ഈ വരേണ്യതയുടെ മതിലുകളൊന്നുമില്ല, അത് സ്വതന്ത്രമാകണം എന്നൊക്കെ ഉദ്ദേശമുണ്ട് അതിനകത്ത്. കേവലം 5 പരിപാടി ഉൾപ്പെട്ടു എന്നതല്ല അതിൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ അത്തരം ഗോത്രകലകൾ കാണാൻ നമുക്കൊക്കെ ആഗ്രഹമുണ്ട്. ഒരു കാഴ്ച എന്ന അർത്ഥത്തിൽ മാത്രമല്ല. ഇല്ലേക്കാ? തീർച്ചയായും അത് തന്നെയാണ് ഒരു ചരിത്രമായ ഒരു കലോത്സവമായ 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. ഇത്തരത്തിൽ 5ഓളം നൃത്തരൂപങ്ങൾ കലോത്സവത്തിൻ്റെ ഭാഗമാകുമ്പോൾ അത് ഒരു സമൂഹത്തിനെ കൂടി ഈ കലോത്സവത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളൊരു തീരുമാനം കൂടിയാണ് അത് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ 5 നൃത്തരൂപങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ മംഗലംകളി, പണയനൃത്തം, മലപ്പുലയാട്ടം, ഇരുള നൃത്തം, പണിയനൃത്തം തുടങ്ങി 5 ഗോത്ര നൃത്തരൂപങ്ങളാണ് ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ മാറ്റുകൂട്ടുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പുറത്ത് കഥകളിയുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കേരള നടനമുണ്ട്, ഒപ്പനയുണ്ട്, തിരുവാതിരയുണ്ട്, അങ്ങനെ മാർഗംകളി തുടങ്ങി ഒരുപാട് സ്റ്റാർ ഐറ്റങ്ങളുണ്ട്. പക്ഷേ ഇത്തവണത്തെ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. 5ഓളം വരുന്ന ഗോത്ര നൃത്ത രൂപങ്ങൾ തന്നെയാണ്. അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സമൂഹത്തിനെ കൂടി ഈ കലോത്സവത്തിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളത് തന്നെയാണ്.